മദ്രസയുടെ ഈ വർണ്ണാഭമായ കൊച്ചുവേദയിൽ നിങ്ങളുടെ കൊച്ചു കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കഥയുടെ പേര് പ്രജാക്ഷേമ കൽപ്പനായ ഒരു രാജാവ്. ധാരാളം വിവാദങ്ങൾ ചെയ്ത് ഖുർആൻ മനഃപ്പാഠമാക്കി മഹമൂദ് ബന്ദിയായിരുന്നു ആ രാജാവ്. തന്റെ രാജ്യത്തെ 7 പ്രവശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാരും വീതിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മഹമൂദ് ബന്ദിയുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരു ദിവസം മഹമൂദ് ബന്ദി നായാട്ടിനായി ദേവതയ്ക്ക് എണ്ണ തേച്ച് കൊട്ടാരം മട്ടുപാവയിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു മഹമൂദ് ബന്ദിയുടെ അതരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിംഖാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹമൂദ് ബന്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരം എടുക്കുന്നവരും കൊടുക്കുന്നവരും നീയാണെങ്കിൽ എന്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ എടുക്കും? പെട്ടെന്ന് ഒരു പടം ഓടി വന്ന് പറഞ്ഞു, രാജാവേ കൊട്ടാരപ്പൂ മുറ്റത്തൊരു പുലി. രാജാവ് പുലിയോ? രാജാവ് പുറത്തേക്കെത്തി. ഭടന്മാർ കഴിവതും ശ്രമിച്ചു. എന്നാൽ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹമൂദ് ബന്ദി തന്റെ ഉടമ വലിച്ചൊഴി പുലിക്കുതിരായി നീങ്ങി. പെട്ടെന്ന് പുലി ഇടതൂർന്നു നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടി. മഹമൂദ് ബന്ദി കുതിരപ്പുറത്തും. അധിക നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രതീക്ഷിതനായി. ക്ഷീണം കാരണം മഹമൂദ് ബന്ദി അവിടെ പാറപ്പുറത്ത് കിടന്നുറങ്ങി. അതേസമയം നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് വന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളം മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളുകളെ 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുന്നിൽ ഹാജരാക്കുമേ. ഭടന്മാർ നാടാകെ തിരിഞ്ഞു. എന്നാൽ കള്ളനെ കിട്ടിയില്ല. തല പോകുമെന്ന് പറഞ്ഞ് അവർ കാട്ടിലേക്ക് കാണുകയാണ്. പോകുന്ന വഴി എന്തോ ഒരു സാധനം വഴിയിൽ കിടക്കുന്നു. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി. ദേഹത്തൊക്കെ എണ്ണ തേച്ച് ഒരാൾ പാറപ്പുറത്തിൽ വന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹമൂദ് ബന്ദി അവർ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കരങ്ങളും വെട്ടിമാറ്റി. വേദന കൊണ്ട് മധുരം കൂടും സ്ഥലത്ത് മഹമൂദ് ബന്ദി തലവറയിൽ കൊണ്ടു അന്താരണം ചെയ്യുകയായിരുന്നു. അതെല്ലാം ദുഷ്ടയായ സുഹറ അദ്ദേഹത്തെ തന്റെ ഭർത്താവ് ഉസ്താദിനെ കിട്ടുവാൻ ആഗ്രഹിച്ചു. ഭാവി പറഞ്ഞാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ആലിംഖാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് പെട്ടെന്ന് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് മഹമൂദ് ബന്ദിയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഒരു കള്ളനെ തന്റെ ഭർത്താവിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സുഹറ ഒരു ഭ്രാന്തിയായി അഭിനയിച്ചു. ഒപ്പം കള്ളനെ തന്റെ ഭർത്താവായി കിട്ടുവാൻ വാശി പിടിക്കുകയും ചെയ്തു. തന്റെ മകളുടെ വിവാഹജീവിതമോർത്ത് രാജാവ് അതിന് സമ്മതിച്ചു. അന്നേ ദിവസം രാത്രി മഹമൂദ് ബന്ദി താൻ ചെയ്ത തെറ്റിനെ വന്നുകൊണ്ട് പശ്ചാത്തപിക്കുകയായിരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ മഹമൂദ് ബന്ദി കിടന്നുറങ്ങുമ്പോൾ മഹമൂദ് ബന്ദിയുടെ കിനാവിൽ അതാ മുത്തുനബി വരുന്നു. തന്റെ വിഷമങ്ങളെല്ലാം മുത്തുനബിയോടെ പറഞ്ഞു മഹമൂദ് ബന്ദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കരങ്ങളും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റതും കൈകൾ രണ്ടുമത പഴയ രൂപത്തിലാകുന്നു. ഇതൊരാളിനും മറ്റൊരാളിലേക്ക് അങ്ങനെ കൊട്ടാരം ഒക്കെ ഈ വാർത്ത പറഞ്ഞു. അത് മഹമൂദ് ബന്ദിയാണെന്ന് മനസ്സിലായാൽ അദ്ദേഹത്തിന്റെ കാലത്തിൽ വീണ് മാപ്പ് പറഞ്ഞു. രാജൻ, അങ്ങ് എന്നോടല്ല തെറ്റിച്ചത്. ഞാൻ ലോകത്തിന്റെ രക്ഷകർത്താവായ അല്ലാഹുവിനോടാണ് തെറ്റിച്ചത്. അതിനുള്ള ശിക്ഷയാണ് വേണ്ടത്. പ്രിയരെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യം ഏത് നിമിഷം മാറി പറയുമെന്ന് മനസ്സിലായില്ലേ? ഈ കഥ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്പർ 160. കഥയാണ്. ഒരു പെരുന്നാൾ ദിവസം ഒരു അനാഥ കുട്ടി മറ്റു കുട്ടികളോടൊപ്പം സന്തോഷപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പള്ളികളിലേക്കും വീടുകളിലേക്കും മടങ്ങിപ്പോയി. തനിക്കും അവിടെ പോകാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ്
കുട്ടിയെ കണ്ടു ഞെട്ടി. ഈ കുട്ടി അവൻ കുളിച്ചിട്ടില്ല, കീറിയ വസ്ത്രമാണ് അണിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അരുചി അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് പുതിയ വസ്ത്രങ്ങളില്ല, ഭക്ഷണം തരാനും ആരുമില്ല. അത് കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കണ്ണീർ പൊടിഞ്ഞു. നബി അവനെ വാരിയെടുത്ത് ചുരിദാരങ്ങൾ വെച്ചു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് നമുക്കൊരു വലിയ അതിഥിയുണ്ട്. ആയിഷ പുറത്തു വന്ന് നോക്കിയപ്പോൾ ഈ അനാഥ കുട്ടിയെയാണ് കണ്ടത്. ആ കുട്ടിയെ കണ്ട മനസ്സറിഞ്ഞ ആയിഷ ഓടിച്ചു കുളിപ്പിച്ചു വസ്ത്രങ്ങൾ അണിയിച്ചു. വസ്ത്രങ്ങൾ അണിഞ്ഞ് സുന്ദരനായ ആ കുട്ടിയോടൊപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ പോയത്. തിരിച്ചു വന്ന് കഴിച്ചതും കൂടെ തന്നെ. നമ്മുടെ തിരുദൂതർക്ക് ഒരു അനാഥ കുട്ടിയോടുണ്ടായ സ്നേഹമാണ് നാം ഇവിടെ കണ്ടത്. ഇതുപോലെയാണ് നാമും. നമ്മുടെ നാട്ടിലുണ്ട് അനാഥ കുട്ടികൾ. അവർക്കും നമ്മെ പോലെ ഭക്ഷണം കഴിക്കാനും വസ്ത്രങ്ങൾ അണിയാനും പള്ളിയിലും മദ്രസയിലും സ്കൂളിലും പോകാനും ആഗ്രഹമുണ്ട്. എന്നാൽ അവർക്ക് മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് അതിന് കഴിയുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. കഴിയുമെങ്കിൽ പണവും നൽകണം. അവരെ കണ്ടില്ല എന്ന് നടിക്കുന്നത് വലിയ തെറ്റാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷം നമുക്കും പങ്കിടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. നമ്പർ 156. അസ്സലാമലൈക്കും. നിങ്ങളൊക്കെ ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് ആരുടെ കല്യാണം അറിയാമോ? നമ്മുടെ തങ്ങളുടേതാണ്. ഒരിക്കൽ സൈന്യം എന്ന ഒരു സ്ത്രീ നബിതങ്ങൾക്ക് കുറച്ച് ആർട്സ് കൊടുത്താൽ സമ്മാനമാണ് കേട്ടോ. നബിതങ്ങളും സഹാബത്തും അത് ഭക്ഷിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബിതങ്ങൾ അതാരും ഭക്ഷിക്കരുത്, അല്ലാതെ വിഷം കലർത്തിയിട്ടുണ്ട്. എല്ലാവരും വരുന്നു. അപ്പോൾ നബിതങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി വന്നപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, നീ എന്തിനാണ് എല്ലാവരും വിഷം കലർത്തിയത്? അവൾ മറുപടി പറഞ്ഞു, താങ്കൾ ഒരു യഥാർത്ഥ പ്രവാചകനാണെന്ന് പരീക്ഷിക്കാനാണ് ഞാൻ എല്ലാവരും വിഷം കലർത്തിയത്. ശരി ശരി, ഈ അർച്ചകൃഷ്ണൻ എന്നോട് പറഞ്ഞു എല്ലാവരും വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. കണ്ണിലെ സുഹൃത്തുക്കളെ, നിങ്ങളും സത്യാവസ്ഥ ഉള്ളവരാണോ? ഇതോടെ എൻ്റെ കാർഡ് അവസാനിച്ചു. എന്നാലും പോട്ടെ. അസ്സലാമലൈക്കും. ഇതോട് പരിപാടി നിർത്താം. ഞങ്ങളുടെ പരിപാടി നടത്തുന്നില്ല. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പ്രധാന സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ഒരിക്കൽ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനെ വിഷമാരി രാത്രി നടക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു വീട്ടിൽ നിന്ന് കുട്ടികളുടെ കാഴ്ച അന്വേഷിച്ചപ്പോൾ വിഷമിട്ട് കരയുന്ന കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് കല്ലിട്ട് വെള്ളം തിളപ്പിക്കുകയായിരുന്നു അവരുടെ ഉമ്മ. വിവരങ്ങൾ ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ബൈത്തുൽ മാലിൽ നിന്ന് ധാന്യം എത്തിച്ച് ആ കുടുംബത്തിന് നൽകി. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിബോധവും കരുണയും കാണിക്കുന്ന കഥാകൃത്ത്. നിങ്ങളുടെ അതൊക്കെയുള്ള പ്രത്യേകത
അസ്സലാമലൈക്കും. മദീനപുരി നീണ്ട മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജുവ നൽകാൻ. മദീനപുരി നീണ്ട മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി വളർന്നിറങ്ങാൻ. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. മധുരവിധി കൊണ്ടു മരിച്ചു വീരാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ. മധുരവിധി കൊണ്ടു മരിച്ചു വീരാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. മാമലകൾ കണ്ടല്ലോ മാന നോക്കി നിന്നല്ലോ മാലിക്ക് പാകനായി വന്നത്. മാമലകൾ കണ്ടല്ലോ മാന നോക്കി നിന്നല്ലോ മാലിക്ക് പാകനായി വന്നത്. മാലി കൊണ്ട് നിന്നല്ലോ മാലിയായി ചേർന്നല്ലോ മഹരിമണിയിൽ മാറി ചേർന്നത്. മിന്നുലാസ്തിയിൽ ഉന്നത സഭയിൽ മിന്നിലിറങ്ങിയിരിക്കണം. മിന്നാടെ മുട്ടുന്ന സൂര്യന്റെ ചാരത്ത് മുടിയൊരുങ്ങിയിരിക്കണം. മിന്നുലാസ്തിയിൽ ഉന്നത സഭയിൽ മിന്നിലിറങ്ങിയിരിക്കണം. മിന്നാടെ മുട്ടുന്ന സൂര്യന്റെ ചാരത്ത് മുടിയൊരുങ്ങിയിരിക്കണം. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. മാണിക്യവും മഴതവും മാറി നിൽക്കും മണത്തരികൾ മധുരപ്പൂവാം റസൂലിൻ നേടിക്കൊണ്ടത്. മാണിക്യവും മഴതവും മാറി നിൽക്കും മണത്തരികൾ മധുരപ്പൂവാം റസൂലിൻ നേടിക്കൊണ്ടത്. മാണിക്യവും നാം മദീനവാസികളാണ് മകൾ മാണികപോവിന്റെ റൂപ്പിൽ നേടിയുള്ളത്. മണ്ണിലെ ജനത കണ്ണിലെ പൊന്നത മകൾ നേടിക്കൊള്ളണം. മണ്ണിലുള്ളത് പോലെ മനസ്സിന്റെ വാലിന് നീക്കി കളയണം. മണ്ണിലെ ജനത കണ്ണിലെ പൊന്നത മകൾ നേടിക്കൊള്ളണം. മണ്ണിലുള്ളത് പോലെ മനസ്സിന്റെ വാലിന് നീക്കി കളയണം. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. മണ്ണും മരവും മണ്ണുകയും മണിമുട്ടിനെ കൊതിച്ചിരുന്നു. മണ്ണിലിറങ്ങി മലമുകൾ പോലെ മണിയെ കൊതിച്ചിരുന്നു. മണ്ണിലിറങ്ങി മലമുകൾ പോലെ മണിയെ കൊതിച്ചിരുന്നു. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. മധുരവിധി കൊണ്ടു മരിച്ചു വീരാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ. മധുരവിധി കൊണ്ടു മരിച്ചു വീരാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാൻ. മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന് ജീവ നൽകാൻ. മലർവണിയിൽ പാറും നിറവലാകാൻ മനസ്സിൽ കൊതി മുത്തി പറന്നിറങ്ങാൻ. സുഗന്ധത്തിൽ മദീനയിലണഞ്ഞ് മുസ്തഫ നബിക്കിൻ ബലാലെന്ന കനിഞ്ഞ് നിസ്സംഗ പനിമതി പരിമളം ചരിഞ്ഞ്
Amen. Iskini bagi mana vision